അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ റമദാനിലേക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവുകയാണേ. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങുന്നില്ല. നമുക്ക് ഡെയിലി ആവശ്യമായിട്ട് വരുന്ന ചില ഗ്രോസറി ഐറ്റംസും പിന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും മാത്രമാണ് നോക്കുന്നത്. നോമ്പ് തുടങ്ങുന്ന ദിവസങ്ങളിലൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ, കടകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഷോപ്പിലെത്തിയിട്ട് കാണാമേ. ഷോപ്പിലെത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ക്വിക്സ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയിരുന്നത്. നമ്മൾ പോയ ടൈമിൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്നാക്സിലായാലും പൗഡേഴ്സ് ഐറ്റംസ് ആയാലും ഡിറ്റർജൻറ്റ്സ്, ഗ്ലാസ്, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, അങ്ങനെ ഓരോന്നിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓട്സ് നട്ട്സൊക്കെ ചേർന്ന ബ്രെഡ് ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം വാങ്ങുന്നത് കൊണ്ടും സ്ഥിരം വാങ്ങുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടും തന്നെ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ മധുരമൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ റമദാനിൽ നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഡേറ്റ്സ് ആണല്ലോ. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഡേറ്റ്സ് അത്രയും ഇമ്പോർട്ടൻസ് ആണ്, സുന്നത്താണ്. ഒരുപാട് വെറൈറ്റീസ് ഡേറ്റ്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി നോക്കിയെടുക്കാമേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. ഈ റമദാനിൽ വലുതായ ഓയിലി ഫുഡ്സ് ഒന്നും കഴിക്കേണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫ്രൂട്ട് സെക്ഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആപ്പിൾ തന്നെ 3 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ച്, ചിക്കു, മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, അനാർ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ്. ഞങ്ങളാദ്യം ആപ്പിളിനടുത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഗ്രീൻ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. ആൻ ആപ്പിൾ എ ഡേ കീപ് ദ ഡോക്ടേഴ്സ് അവേ എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. നോമ്പ് സമയത്ത് ശരീരത്തിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ നല്ലതാണല്ലോ. പിന്നെ ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രഷായി ജ്യൂസൊക്കെ അടിക്കാൻ ഇത് നല്ലതാണല്ലോ, അതുകൊണ്ട് അതും എടുത്തു. പിന്നെ അതിനടുത്തായിട്ട് നമ്മൾ ചിക്കു കണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡൈജഷന് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇതിൽ ഫൈബർ നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ റമദാൻ സമയത്ത് ഉണ്ടാകുന്ന സ്റ്റോമക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ, അതിനൊരു പരിധി വരെ ശമനം കിട്ടും. പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാവേ. പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു ഐറ്റം അവിടെ കണ്ടത്. തോടോടെയുള്ള പുളി, കുട്ടിക്കാലമൊക്കെയാണ് ഓർമ്മ വന്നത് അത് കണ്ടപ്പോൾ. പിന്നെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിൽ കയറി. അവിടുന്ന് നമ്മൾ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സവാള വാങ്ങുമ്പോൾ അതിൻ്റെ ആ ബാക്ക് ഭാഗമില്ലേ, അവിടെ ഒന്ന് നെക്കി നോക്കണമെന്ന്. അങ്ങനെ നെക്കി നോക്കുമ്പോൾ അവിടെ പതുങ്ങുകയാണെങ്കിൽ അത് ഉള്ളീനകത്ത് കേടായ സവാള ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പതുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാണ് കേട്ടോ സവാള എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ സെക്ഷനിൽ നിന്നും നമ്മൾ ആവശ്യമുള്ള എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ ബിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കഞ്ഞിക്ക് ഉള്ള പൊടിയരിയില്ലേ, അതും കൂടി വാങ്ങണമായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. ഒരുപാട് വെറൈറ്റി ഫിഷും മീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ വാരി വലിച്ച് വാങ്ങുന്നില്ല. എന്താണോ ആവശ്യം അത് മാത്രം വാങ്ങുന്നതാണ് നല്ലത്. ഫുഡ് വേസ്റ്റ് ആക്കാതെ നോക്കുന്നതും റമദാൻ്റെ ഒരു ഭാഗമാണ്. ഷോപ്പിൽ പോയാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് വാങ്ങാനായിട്ട് തോന്നും. പക്ഷേ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാണുന്നതെല്ലാം വാങ്ങുന്നതല്ല ഷോപ്പിംഗ്. നമ്മൾ എന്താണോ വാങ്ങിക്കാൻ പോയത് അത് മേടിക്കാനായിട്ട് മനസ്സിനെ നിർബന്ധിക്കുക. റമദാൻ സമയത്ത് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ നമ്മുടെ ഈ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഷോപ്പിൽ പോയാൽ ഓഫേഴ്സ് നോക്കിയാണോ സാധനങ്ങളൊക്കെ എടുക്കുന്നത്? എനിക്ക് എപ്പോഴും പ്രൈസ് കമ്പയർ ചെയ്ത് എടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങളുടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ തണുത്ത വെള്ളം കുടിക്കുന്നതിന് പകരം നോർമൽ വാട്ടറോ അതല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് കുടിക്കാനോ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സ്റ്റൊമക്കിന് നല്ല റിലാക്സ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഓയിലി ഫ്രൂട്ട്സാണ്. സമൂസ, കട്ട്ലറ്റ്, ബജ്ജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷേ റമദാനിൽ ഓയിൽ കൂടുതലുള്ള ഫുഡ്സ് വയറിന് പ്രശ്നം ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ കൂടുതലും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത്താഴം സ്കിപ്പ് ചെയ്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ലൈറ്റായിട്ടായാലും നമ്മൾ അത്താഴം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് ഉമ്മായും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ അനാവശ്യമായിട്ട് ഒരു സാധനങ്ങളും മേടിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അതിൻ്റേതായ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാവേ. ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴുകിയാണ് വെക്കുന്നത്. കഴുകി ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ബനാനയിൽ പൊട്ടാസ്യം കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ അത്താഴത്തിന് പഴം കഴിക്കുന്നത് പകൽ സമയത്ത് ശരീരത്തിന് നല്ല എനർജി കിട്ടും കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമിൽ നമ്മുടെ വയറിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആദ്യം 1-2 ഈത്തപ്പഴം കഴിക്കുക, കൂടെ ഒരു ഗ്ലാസ് നോർമൽ വെള്ളവും. ഉടനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കരുത് കേട്ടോ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇടുന്നതാണ് നല്ലത്. ആ സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓണാകും. അതിനുശേഷം എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുക. നമ്മളുടെയൊക്കെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിച്ച ഉടനെ ഒന്നെങ്കിൽ അപ്പമോ ദോശയോ പത്തിരിയോ അതിൻ്റെ കൂടെ കറിയോ ഒക്കെ ആയിരിക്കും കഴിക്കുക. അതൊന്നും ഒരുപാട് കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ അത്താഴത്തിന് നല്ല ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് പകൽ സമയങ്ങളിൽ വിശപ്പില്ലാതെ നിൽക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സമയത്ത് തന്നെ കുടിക്കാതെ ചെറിയ തോതിൽ ഇടവിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ശരീരത്തിന് വെള്ളം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൂടുതൽ ഉപ്പുള്ള ഫുഡൊക്കെ കഴിച്ചാൽ പകൽ നല്ല ദാഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ ഹെൽത്തി. പിന്നെ ഞാൻ ഈ ഷോപ്പിങ്ങിന് നിന്ന് വാങ്ങിയ ഓരോ സാധനവും തിരഞ്ഞെടുത്തത് ഹെൽത്തി രീതി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. നോമ്പ് തുറന്നാൽ തുടർച്ചയായി കഴിക്കാതെ ഗ്യാപ്പിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ നോമ്പ് കഞ്ഞി. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വയറിന് ഏറ്റവും റിലാക്സ് തരുന്ന ഒരു ഫുഡാണ് കഞ്ഞി. നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു വാം കഞ്ഞി കുടിക്കുന്നത് ഡൈജഷന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ ഈ റമളാന് നമുക്ക് കൂടുതൽ ഹെൽത്തിയായി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം കേട്ടോ. ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കുന്നതും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നതും നമ്മുടെ ഒരു നല്ല ഹാബിറ്റായി മാറ്റണം. എൻ്റെ ഈ ഷോപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് കരുതുന്നു. ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗമായി എന്ന് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റമളാൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും റമളാൻ മുബാറക്. Stay healthy. Assalamu alaikum.